السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع عن ذكر لله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. صدق الله مولانا العظيم. اتق الله حيثما كنت. صدق رسول الله. ضاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثة في كل نائبة إلا من الله. فاثق به في ملمات الأمور ولا تجعل يقينك يوما غير الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുക എന്നതാണ് ഒരു മുസൽമാൻ്റെ, സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ അല്ലാഹുവിൻ്റെ പൊരുത്തം, അതിനോളം മൂല്യമുള്ള ഒന്നുമില്ല. ഒരു സ്വർഗവുമില്ല, ഒരു പണവുമില്ല, ഒരു സ്ഥാനമാനവുമില്ല. ഏതിനോളം മൂല്യമുള്ള അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുക, അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം മറ്റൊന്നില്ല. സൂറത്തു തൗബയിൽ കാണാം, സ്വർഗത്തെ അല്ലാഹു വിവരിക്കുന്നു. സ്വർഗത്തിൻ്റെ അനുഗ്രഹീതമായ അനുഭൂതികളെ, അനുഭവങ്ങളെ അല്ലാഹു വിശദീകരിക്കുന്നു. എന്നിട്ട് ആ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: വരിൽവാനും മിനല്ലാഹി അക്ബർ. ഇതിപ്പോൾ സ്വർഗമാണ്, സ്വർഗത്തിലെ അനുഭവങ്ങളാണ്, സ്വർഗത്തിലെ നേട്ടങ്ങളാണ്, അവിടുത്തെ പഴങ്ങളാണ്, അവിടുത്തെ ജീവിതത്തിൻ്റെ നിലവാരമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് വരിൽവാനും മിനല്ലാഹി അക്ബർ. ഈ പറഞ്ഞ സ്വർഗത്തെക്കാളൊക്കെ ഉപരിയായി, ഈ പറഞ്ഞ സ്വർഗീയ അനുഭവങ്ങളെക്കാൾ ഏറ്റവും ഉയർന്നതായിട്ടുള്ളത് ഏതാണെന്നറിയോ? അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി, പടച്ച റബ്ബിൻ്റെ ഇഷ്ടം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠനോപകരണം മേടിച്ചു കൊടുക്കുന്നു, അവർക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കുന്നു, നിങ്ങളെ സുഹൃത്തിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നു. രണ്ട് നിലക്ക് കൊടുക്കും. വയ്യാവേലി, ഇത് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല, കിടക്കട്ടെ പണ്ടാറടങ്ങട്ടെ എന്ന് കരുതിയിട്ടൊരു കൊടുതിയുണ്ട്. ഇപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കവറൊക്കെ കൊടുക്കുമല്ലോ, ഇങ്ങോട്ട് കിട്ടിയേക്കുന്നതാണ്, ഇതിപ്പോൾ എങ്ങനെയാണ് കൊടുക്കാണ്ടിരിക്കുക എന്ന് കരുതിയിട്ട് ഇടങ്ങാറായിട്ടുള്ള കൊടുതി, അതൊരു തരം കൊടുക്കല. ഇങ്ങനെ അല്ലാഹ് സ്വർഗം കൊടുക്കും, കിടക്കട്ടെ അവന് സ്വർഗം. അതല്ല, തൃപ്തിയോടുകൂടെ കൊടുക്കുന്നൊരു കൊടുതിയുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, കഞ്ഞിയില്ലെങ്കിലും പഴങ്കഞ്ഞിയാണെങ്കിലും അത് തന്ന രീതി ഇഷ്ടമായി എന്ന് പറയുന്ന തൃപ്തിയോടുകൂടെയുള്ള കൊടുക്കൽ.
അതാണ് അള്ളാഹ് പറഞ്ഞത്, ഈ സ്വർഗം കിട്ടുന്നതിനേക്കാളൊക്കെ മൂല്യമുള്ളത്, വലുതായത്, ഉത്തമമായത്, ഉദാത്തമായത് വരിളുവാനും മിനല്ലാഹ്, നമ്മുടെ ഉടമസ്ഥനായ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി. ഈ തൃപ്തി കിട്ടാൻ എന്താ വഴി? അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടാൻ എന്താ വഴി? അതിന് പള്ളിയിലും പ്രാർത്ഥനാ മുറികളിലും ചടഞ്ഞിരിക്കേണ്ടതില്ല. വീട്ടിലാകുമ്പോഴും കുടുംബത്തിലാകുമ്പോഴും അങ്ങാടിയിലാകുമ്പോഴും സമൂഹത്തിലാകുമ്പോഴും കടകമ്പോളങ്ങളിലാകുമ്പോഴും തൊഴിലിടങ്ങളിലാകുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ മാർഗമുണ്ട്. ആ മാർഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കച്ചവടവും തൊഴിലുമൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താക്കി മാറ്റാൻ, കച്ചവടത്തിലൂടെ തൊഴിലിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനുള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ ചിലർക്കൊക്കെ അസ്വസ്ഥത, മുസ്ലിയാർ അങ്ങനെയൊക്കെ പറയണോ? നാം അനുവർത്തിച്ചു പോരുന്ന കച്ചവട രീതി, നാം ചെയ്തു പോരുന്ന തൊഴിലിൻ്റെ രീതി, അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അള്ളാഹു പറഞ്ഞു തന്നത്. ഞാനിപ്പോ മൂവാറ്റുഴക്കാർക്ക് എൻ്റെ മുന്നിലുള്ള ഓഡിയൻസിന് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ശൈലിയുണ്ട്, ബട്ടറായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യണ മക്കളെ ഗംഭീരമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വാഴ്ത്തി പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് റാഹത്തായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി ഇപ്പൊ അവിടുത്തെ കച്ചവടവും രീതിയും മാർക്കറ്റും ഒക്കെ ഗംഭീരമാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ അതല്ലല്ലോ എൻ്റെ ഡ്യൂട്ടി. അതിനേക്കാൾ ഉത്തമമായ ഒരു തലത്തിലേക്ക് ഈ ശ്വാസമടങ്ങുമ്പോൾ, ഛേദനയറ്റു പോകുമ്പോൾ, ശരീരത്തിന്റെ ചൂടാറിപ്പോകുമ്പോൾ, ഖബറിലും മഹ്ശറയിലും പരലോകത്തും ഈ ചെയ്യുന്ന വേലകൾ മൂല്യമുള്ളതാകാനുള്ള ഒരു വഴിയല്ലേ സഹോദരന്മാരെ പറയുന്നത്? വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് തള്ളാം. പക്ഷെ ഞാൻ പറയേണ്ടത് അതല്ലേ, ദീനിന്റെ നിയമല്ലേ പറയേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി, നമ്മുടെ കച്ചവടം, നമ്മുടെ തൊഴില്, അതിലൂടെ ആ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ അധ്വാനങ്ങളിലൂടെ എങ്ങനെ റിദ്വാനും മിനല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി നേടാനാകും. അതാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ തൊഴിലിലൂടെ, കച്ചവടങ്ങളിലൂടെ, അധ്വാനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹിയയിൽ പറയുന്നുണ്ട്, ഈ ദുനിയാവിലെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട്, പണം പ്രതീക്ഷിച്ചുകൊണ്ട് കടകളിലും അങ്ങാടികളിലും തൊഴിലിടങ്ങളിലും അധ്വാനിക്കുന്ന മുസ്ലിമീങ്ങൾ പരലോക മാർക്കറ്റായ പള്ളികളെ അവഗണിക്കരുതേ. എന്ന് വെച്ചാൽ മുസ്ലിം തൊഴിലാളികൾ, മുസ്ലിം കച്ചവടക്കാർ ചന്തയുമായും പള്ളിയുമായും ബന്ധമുള്ളവരായിരിക്കണം. ഒന്ന് മാത്രം വേണ്ട, പള്ളി മാത്രം, ചന്തല്ല, അങ്ങനെയല്ല. ചന്തയുമായും പള്ളിയുമായും ബന്ധമുള്ളവരായിരിക്കണം. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരോടായി പറഞ്ഞ വാക്കു കാണാം, ഇജ്അലൂ അവ്വല നഹാരിക്കും ലിആഖിറതിക്കും വമാ ബഅദഹു ലിദുനിയാക്കും. അല്ലയോ ബിസിനസ്സുകാരെ, അല്ലയോ മുസ്ലിം തൊഴിലാളികളെ, ഇജ്അലൂ അവ്വല നഹാരിക്കും ലിആഖിറതിക്കും, ഒരു ദിവസത്തിന്റെ തുടക്കഭാഗം നിങ്ങൾ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കണേ. വമാ ബഅദഹു ലിദുനിയാക്കും, സുബഹി നിസ്കരിക്കുക, സൂര്യോദയം വരെയുള്ള സമയം ദിക്റിലും ഫിക്റിലും ഇബാദത്തുകളിലുമായി നിങ്ങൾ കഴിച്ചു കൂട്ടുക. വമാ ബഅദഹു ലിദുനിയാക്കും, തുടർന്നുള്ള സമയം നിങ്ങൾ ദുന്യാവ് തേടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. മഹാന്മാരായ സ്വഹാബാക്കളുടെ രീതി എങ്ങനെയായിരുന്നു? അവര് രാവിലെ നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, സുബഹി വാങ്ക് വിളിച്ചാൽ സുബഹി നിസ്കരിച്ച്, ഉദയം വരെ അവർ ദിക്ർ ഔറാദുകളിൽ മുഴുകി ഒറ്റയിറക്കാൻ. അവർ തൊഴിലിടങ്ങളിലേക്ക്, ഫാക്ടറികളിലേക്ക്, കച്ചവടത്തിന് അവരിറങ്ങാൻ.
ലുഹറിന് ഒരു പക്ഷേ അവര് പള്ളിയിലെത്തൂല, അവരുള്ള ഇടത്ത് ലുഹർ നിസ്കരിക്കും. അവര് സ്വഹാബാക്കളെ സംഭവം പറയണേ. പക്ഷേ അസറിന്റെ സമയമായാൽ എന്ത് ത്യാഗം ചെയ്തായാലും എത്ര വലിയ തിരക്കാണെങ്കിലും അവർ പള്ളികളിൽ എത്തുമായിരുന്നു, എത്ര തിരക്കുണ്ടെങ്കിലും. പ്രിയപ്പെട്ട കച്ചവടക്കാരെ, തൊഴിലാളികളെ, നിങ്ങളൊക്കെ ആവും വിധം നിങ്ങൾ ജമാഅത്തുകൾക്ക് എത്താൻ ശ്രമിക്കണം. ഇനി ളുഹറിന് എത്താൻ കുറച്ച് തടസ്സമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സുബഹിയും അസറും പരമാവധി എന്ത് റിസ്ക് എടുത്താണെങ്കിലും ഈ 2 ജമാഅത്തിനെത്താൻ ശ്രമിക്കണം. എന്തുകൊണ്ട് അതിന്റെ നേട്ടം വളരെ വലുതാണ്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തതലഖാ മലായികത്തുൽ ലൈലി വന്നഹാർ ഇൻദ തുലൂഇൽ ഫജ്രി വ ഇൻദ സ്വലാത്തിൽ അസ്ർ. മുത്തുനബി പറയുന്നു, കേൾക്കണേ, ശ്രദ്ധിക്കണേ, അല്ലാഹു ഡ്യൂട്ടിക്കയച്ച മലക്കുകള് സ്പെഷ്യലായിട്ട് പകലിൽ ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്, രാത്രിയിൽ ഡ്യൂട്ടിയിലുള്ള മലക്കുകളുണ്ട്. 2 സമയത്തേക്കും സ്പെഷ്യലായിട്ട് അല്ലാഹു മലക്കുകളെ ഡ്യൂട്ടിക്ക് അയച്ചിരിക്കുകയാണ്. ഈ 2 ഡ്യൂട്ടിക്കാരായ മലക്കുകൾ, രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും സംഗമിക്കുന്ന 2 വക്തുകളുണ്ട്. അതേതാ? ഇന്ദ തുലൂഇൽ ഫജ്രി, ഒന്ന് സുബഹി ജമാഅത്തിന് 2 ടീം മലക്കുണ്ടാവും. വഇൻദ സ്വലാത്തിൽ അസ്രി, അസ്റിന്റെ ജമാഅത്തിനും പകലിലെ മലക്കുകളും രാത്രി ഡ്യൂട്ടിക്കാരായ മലക്കുകളുണ്ടാവും. സുബഹിക്ക് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകാനുള്ള മലക്കുകൾ സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ടാ പോവാ. പകലിൽ ഡ്യൂട്ടിക്ക് ഉള്ള മലക്കുകൾ സുബഹി ജമാഅത്തിന് എത്തും, സ്റ്റാർട്ടിങ്ങിന് അവിടെ എത്തും. അസറിന്റെ വക്തിന് പകല് ഡ്യൂട്ടിക്കാരായ മലക്കുകൾ ഡ്യൂട്ടി തീർന്നു പോകുന്നത് അസർ നിസ്കാരം കഴിഞ്ഞാണ്. രാത്രി ഡ്യൂട്ടിക്കാരായ മലക്കുകൾ സ്റ്റാർട്ടിങ് എവിടുന്നാണ്? അസറിന്റെ ജമാഅത്തിന് വന്നിട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പൊ ഈ 2 വക്തിലും മലായികത്തുൽ ലൈലി വന്നഹാർ, പകലിലെയും രാത്രിയിലെയും മലക്കുകൾ സംഗമിക്കുന്ന വക്തുകളാണ്. ഈ മലക്കുകൾ റബ്ബിന്റെ സവിധത്തിൽ ചെല്ലുമ്പോൾ ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ ഏതവസ്ഥയിലായിരിക്കെയാണ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത്? ഏതവസ്ഥയിലാണ് എന്റെ അടിമകളുടെ അവസ്ഥ? നിങ്ങൾ എന്താണ് അവരിൽ കണ്ടത്? നിങ്ങൾ എങ്ങനെയായിട്ടാണ് അവരെ കണ്ടത് എന്ന് മലക്കുകളോട് അല്ലാഹു ചോദിക്കുമ്പോ ഫയഖൂലൂൻ, രാത്രി ഡ്യൂട്ടിക്കാരായ മലക്കുകളും പകലിൽ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളും 2 ടീമും പറയും, പടച്ചവനെ, തറക്നാഹും വഹും യുസല്ലൂൻ വജിനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവർ നിസ്കാരത്തിനുണ്ടായിരുന്നു, ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴും അവർ നിസ്കാരത്തിനുണ്ടായിരുന്നു. 2 ടീം മലക്കുകളും പറയും. ഈ ഉത്തരം വരുമ്പോൾ ഫയഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? ഉശ്ഹിദുകും മലായികതി, എന്റെ മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തുകൊണ്ട്, നിങ്ങളെ സാക്ഷികളാക്കിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അന്നീ ഖദ് ഗഫർതു ലഹും, തീർച്ചയായിട്ടും ഞാൻ അവർക്ക് അവരെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സാക്ഷി നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, ഈ അങ്ങാടിയിൽ നിന്നും ചന്തയിൽ നിന്നൊക്കെ പല അഴുക്കും ആവുമല്ലോ, ഞാനും നിങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ, ഈ അഴുക്കൊക്കെ പോകാനുള്ള മാർഗം സുബഹി ജമാഅത്തിനും അസർ ജമാഅത്തിനും എല്ലാ കച്ചവടക്കാരും എത്തുക, എങ്കിലതിന് സാധ്യമാകും. നമുക്കെങ്ങനെ ഇത് നഷ്ടപ്പെടുന്നത്? ഈ തിരക്കൊന്നങ്ങോട്ട് കഴിയട്ടെ, ഈ ചെയ്യണ പണി ഒന്നങ്ങോട്ട് തീരട്ടെ, അവിടെ പോയി അസർ പോയി. ഇപ്പൊ തിരക്കാണല്ലോ, ഈ തിരക്കൊന്നാണ് ഒതുങ്ങട്ടെ. അല്ല, ഇപ്പൊ ഒരു വേല ചെയ്തുകൊണ്ടിരിക്കല്ലേ, അതൊന്ന് തീർന്നിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ വന്നാൽ തന്നെ മസ്ബൂക്കായിട്ട് 4ാമത്തെ റക്അത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഒരു ഒപ്പിക്കൽ, അവസാനത്തെ ബോഗിയുടെ കൊളത്തിട്ട പോലെ, അതുകൊണ്ട് കാര്യമില്ല. ആ ജമാഅത്തിൽ നിറസാന്നിധ്യമായിട്ട് തന്നെ
മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം നോക്കൂ, താബിഉകളുടെ ചരിത്രം നോക്കൂ, സലഫുസ് സാലിഹുകളുടെ ചരിത്രം നോക്കൂ. അവർ വാങ്കങ്ങ് കേട്ടാൽ ഒരു നിമിഷം കാത്തു നിൽക്കാതെ താമസിക്കാതെ കടകളിൽ കുട്ടികളെയോ വിശ്വസ്തരായ അമുസ്ലിം സഹോദരന്മാരെയോ ഏൽപ്പിച്ച് അവർ പള്ളികളിലേക്ക് ഓടുമായിരുന്നു. വാങ്ക് കേട്ടാല് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിർത്തുക, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇതര മതസ്ഥരെ ഏൽപ്പിച്ചുകൊണ്ട്, അന്നുണ്ടല്ലോ ജൂതൻ, ഹിന്ദുക്കളവിടെ അല്ല, യഹൂദികളും നസാറാക്കളൊക്കെ ഉണ്ടല്ലോ, അവരിലെ വിശ്വസ്തര കട അല്ലെങ്കിൽ സ്ഥാപനം ഏൽപ്പിച്ച് അവർ ജമാഅത്തിന് ഓടുമായിരുന്നു. മഹാന്മാരായ സ്വഹാബാക്കളിൽ ചിലർ കരുവാൻ ജോലിക്കാരായിരുന്നു, കൊല്ലപ്പണിക്കാരായിരുന്നു. ഇരുമ്പ് പഴുപ്പിച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് പണിയെടുക്കുന്ന കരുവാൻ തൊഴിലാളികളായിരുന്നു സ്വഹാബികൾ. അവരവരെ പണിയിൽ ഇങ്ങനെ വ്യാപൃതരായി കൊണ്ടിരിക്കെ പഴുത്ത ഇരുമ്പിൽ അടിക്കാൻ ചുറ്റിക ഉയർത്തുമ്പോഴാണ് പള്ളിയിൽ നിന്ന് ബിലാലിന്റെ ശബ്ദം, റളിയല്ലാഹു അൻ, അല്ലാഹു അക്ബർ, വാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ ഉയർത്തിയ ചുറ്റിക ഒരു അടി അടിക്കട്ടെ, പറ്റൂല, അവരാ ചുറ്റിക താഴേക്ക് മാറ്റിയിടും. അടിക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ഇരുമ്പിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ചുറ്റിക ഇങ്ങനെ പിടിക്കുമ്പോഴാ വാങ്ക് കേൾക്കുന്നെങ്കിൽ ഇതങ്ങനെ അടിച്ചിട്ട് പോകാന്ന് ചിന്തിക്കൂല, ആ ചുറ്റിക മാറ്റി വെച്ചിട്ട് ഇറങ്ങുന്നു. സ്വഹാബാക്കളിൽ പലരും തുകൽ പണിക്കാരായിരുന്നു, ലെതർ ജോലിക്കാരായിരുന്നു, തോല് തുന്നുന്നവരായിരുന്നു. അന്ന് ലെതർ ഫാക്ടറി ഇല്ലല്ലോ, ഒക്കെ കൈത്തൊഴിലല്ലേ. ചെരുപ്പാണെങ്കിലും തൊപ്പിയാണെങ്കിലും ബാഗാണെങ്കിലും ഒക്കെ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കണം, തോല് ഉറക്കിയിട്ട് വൃത്തിയാക്കിയിട്ട്. കയ്യിലുള്ള സൂചിയും നൂലും തോലിൽ അതങ്ങ് പ്രവേശിപ്പിച്ച സമയത്താണ് വാങ്ക് കേൾക്കുന്നതെങ്കിൽ അതങ്ങനെ ഇതൊന്ന് ഈ സ്റ്റിച്ചിങ് ഒന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് ചിന്തിക്കാതെ അവിടെ വെച്ച് പള്ളികളിലേക്ക് ഓടുമായിരുന്നു. ഇന്നും ആ രീതി അവലംബിക്കുന്ന, ആ മാർഗം പിന്തുടരുന്ന ഒരു ന്യൂനപക്ഷം മുസ്ലിമീങ്ങൾ, സത്യവിശ്വാസികൾ നമുക്കിടയിലുണ്ട്. എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ടല്ലോ ഇവിടെ 3.5 ദിവസമാണെങ്കിലും ജമാഅത്തിന് ഞാനിവിടെ ഉണ്ടല്ലോ. ചുമട്ട് തൊഴിലാളികളായ സഹോദരന്മാർ ആ നീലക്കുപ്പായമിട്ട് വാങ്ക് കേട്ടാൽ 10 മിനിറ്റ് അല്ലേ 15 മിനിറ്റ് അല്ലേ എന്ന് കരുതി ഓടി വരുന്ന തൊഴിലാളികൾ മൂവാറ്റുപുഴയുടെ മണ്ണിലുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കടയിൽ എത്ര പേർക്കുണ്ടെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത ഒരു വിഭാഗം ബിസിനസ്സുകാർ, തൊഴിലാളികൾ നമുക്കിടയിലുണ്ട്. അവർക്കതിന്റെ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ലഭിക്കും. പ്രത്യേകം ദുആ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അല്ലാഹു അവരെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. സൂറത്തുൻ നൂറിന്റെ 37-ാമത്തെ ആയത്ത്, റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. ചില ആളുകൾ അവരുടെ വിൽപ്പന വാങ്ങലുകൾ, അവരുടെ തൊഴിലുകൾ, വ്യവഹാരങ്ങൾ, കച്ചവടങ്ങൾ അവർക്ക് തടസ്സമേ അല്ല. ദിക്റിന് തടസ്സമല്ല, നിസ്കാരത്തിന് തടസ്സമല്ല, സകാത്ത് കൊടുക്കുന്നിടത്ത് തടസ്സമല്ല. അങ്ങനെ ചെയ്യുന്ന ചില ആളുകൾ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ. അവർ മരണദിനത്തെ ഭയക്കുന്നവരാണ്, യൗമുൽ ഖിയാമത്തിനെ, അന്ത്യനാളിനെ ഭയക്കുന്നവരാണവർ. അങ്ങനെയുള്ള ചില ആൺകുട്ടികൾ അള്ളാഹു വാഴ്ത്തി പറഞ്ഞത് കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതിലെ ഒരു ശ്രദ്ധ എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ റമളാനിലൊക്കെ എത്ര സഫ് നമ്മുടെ പള്ളിയിൽ ഉണ്ടാകാറുണ്ട്, ളുഹുറിന് അസറിനൊക്കെ എത്ര സഫ് ഉണ്ടാകാറുണ്ട്. ഏതാണ്ട് ഈ പള്ളി ഫുള്ളായിരിക്കും. ഇത് ഏതോ യൂറോപ്പിൽ നിന്ന് റമളാനിൽ ഇറക്കുമതി ചെയ്യണമല്ലല്ലോ, നമ്മളെ നാട്ടുകാരാണ്, നമ്മുടെ പട്ടണത്തിലുള്ള തൊഴിലാളികളും കച്ചവടക്കാരുമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് തൊട്ടൊന്ന് എണ്ണി നോക്കും, 10 ആളെങ്കിലും കൂടുതൽ എനിക്ക് കിട്ടണം. അപേക്ഷിക്കണം, 10 ആളെങ്കിലും കൂടുതൽ കിട്ടണം. അസറിന്, സുബഹിക്കും അസറിനും. ളുഹുറിന് പിന്നെ നിർബന്ധിക്കുന്നില്ല, എത്തിയാൽ വളരെ ഹൈറ്. 5 നേരത്തെ എത്തുകയാണ് വേണ്ടത്. ഇനി എത്താൻ പറ്റാത്തവർ ഈ 2 വക്തിന് അതിന്റെ നേട്ടം പറഞ്ഞു കഴിഞ്ഞല്ലോ. മുഅ്മിനീങ്ങളെ, ഒന്ന് നിങ്ങൾ ശ്രദ്ധ വെക്കണമെന്ന് സന്ദർഭോചിതമായിട്ട് ഉണർത്തുക. അതോടൊപ്പം മഹാന്മാര് പറയുന്നു, തൊഴിലാളികളെ, കച്ചവടക്കാരെ, നിങ്ങൾ 5 നേരം പള്ളിയിൽ വന്നു പോയാൽ മാത്രം പോരാ,
പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തൊഴിലിടങ്ങളിൽ, കടകളിൽ, കമ്പനികളിൽ നിങ്ങൾക്ക് ദിക്റും ഫിക്റും വേണം. പള്ളിയിൽ കൃത്യമായിട്ട് വരും. ഈ ക്യാമ്പസ്, ഈ മതിൽക്കെട്ട് ഗേറ്റാണ് കടന്നാൽ പിന്നെ വേറെ ആളായി. അത് പറ്റൂല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു ഹാങ് ഓവർ പുറത്ത് വേണമല്ലോ. അതിനാണല്ലോ 5 നേരം കഴുകി കുളിക്കാൻ വരുന്നത് ഇതിനകത്തേക്ക്. അത് പുറത്തു പോകുന്ന ആ ഇടങ്ങളിലും ദിക്റും ഫിക്റും വേണം. അതിന് പ്രത്യേകം മഹത്വമുണ്ട്, പ്രത്യേകം മഹത്വം. പള്ളിയിൽ കിട്ടാത്ത പുണ്യം ചന്തയിൽ നിന്ന് ചില കാര്യം ചെയ്താൽ പുണ്യം കൂടുതലാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ പള്ളിയിൽ നിന്ന് ചെയ്യുന്ന പുണ്യത്തെക്കാൾ ചന്തയിൽ വെച്ച് ചില പുണ്യങ്ങൾ ചെയ്താൽ ഇരട്ടി 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 പ്രതിഫലമാണ്. കാരണം അവിടെ എന്താണ്? അശ്രദ്ധരായ ആളുകളുടെ ഇടമാണ്. ശ്രദ്ധ തെറ്റിപ്പോകുന്ന സാഹചര്യമാണ്. അവിടെ വെച്ചൊരു ദിക്ർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാ, അല്ലെങ്കിൽ മനസ്സറിഞ്ഞൊരു അല്ലാഹു അക്ബർ ചന്തയിൽ വെച്ച്, കടയിൽ വെച്ച് പറയാൻ കഴിഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണെന്നറിയാവോ? അള്ളാന്റെ റസൂല് പറയുന്നു, സ്വഹീഹ ഹദീസിൽ കാണാ, അശ്രദ്ധരായ ആൾക്കൂട്ടമുള്ള അങ്ങാടിയിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ ചെയ്യുന്ന മനുഷ്യൻ യുദ്ധമുഖത്ത് നിന്ന് ആൾക്കൂട്ടം ഓടിപ്പോകുമ്പോൾ പതറാതെ, ഭയക്കാതെ, അചഞ്ചലമായി പോരാടാൻ പിടിച്ചു നിൽക്കുന്ന ധീരജവാനെ പോലെയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞ വൻകുറ്റാണ്. അതൊരു ചതിയാണ്. ഇസ്ലാമിന് വേണ്ടി, നന്മക്ക് വേണ്ടി സമരത്തിന് വന്നിട്ട് സമരം ശക്തിപ്പെടുന്ന സമയത്ത് മൂടും തട്ടി ഓടുക എന്ന് പറഞ്ഞ വലിയ കുറ്റ, വൻകുറ്റങ്ങളിൽ പെട്ട ഒന്നാണ്. അങ്ങനെ ആൾക്കാർ കൂടെയുള്ള സഹഭടന്മാരൊക്കെ ഓടുമ്പോ പിടിച്ചു നിന്ന് യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെയാണ് ആര് അശ്രദ്ധർ കൂടിയ അങ്ങാടിയിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുന്നവൻ. ശവങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ് പട്ടണത്തിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്ന മുസൽമാൻ. മഹത്വം, വേറൊരു മഹത്വം. പള്ളിയിൽ കിട്ടാത്ത മഹത്വം ചന്തയിൽ കിട്ടുന്ന മഹത്വം കേട്ടോ. ഇമാം തിർമുദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ദഖല സൂഖ്, ഒരാൾ പട്ടണത്തിലേക്ക് കടന്നു, ചന്തയിലേക്ക് പ്രവേശിച്ചു. ഫഖാല, എന്നിട്ട് ആ ചന്തയിൽ വന്ന ആള് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ, കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസന വമഹ അൻഹു അൽഫ അൽഫി സയ്യിഅ വറഫഅ ലഹു അൽഫ അൽഫി ദറജ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. കേട്ടോളൂ. ഇത് പറഞ്ഞ, ഒരു തവണ പറഞ്ഞ ഒരാള്, ഉൾക്കൊണ്ട് പറഞ്ഞ ഒരാൾക്ക് കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസന, ആ മനുഷ്യന്റെ നന്മയുടെ രേഖയിൽ 10 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തി കൊടുക്കും. തീർന്നില്ല. വമഹ അൻഹു അൽഫ അൽഫി സയ്യിഅ, 10 ലക്ഷം, ലക്ഷോപലക്ഷം തിന്മകൾ ആ മനുഷ്യനിൽ നിന്ന് അല്ലാഹു മായിച്ചു കളയും. വറഫഅ ലഹു അൽഫ അൽഫി ദറജ, ആ മനുഷ്യനെ 10 ലക്ഷം ദറജകൾ ഉയർത്തി കൊടുക്കും. വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, ഈ മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ ഒരു മാളിക അല്ലാഹു ഒരുക്കി വെച്ചു കൊടുക്കും. മഹാന്മാരായ സഹാബാക്കള് അബ്ദുല്ലാഹിബ്നു ഉമർ, മുഹമ്മദ് ഇബ്നു വാസിഅ്, സാലിം ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു, 3 സഹാബികൾ. ഇവര് അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു. എന്തിന്? ഉപ്പ് മേടിക്കാനല്ല, ഇറച്ചി മേടിക്കാനല്ല, ആരെങ്കിലും കാണാനല്ല, തൊഴിലിനല്ല. അവരങ്ങാടി ചെന്നിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് ചുമ്മാ വീട്ടിലേക്ക് മടങ്ങി പോരുമായിരുന്നു, ഇതിൻ്റെ മഹത്വം കിട്ടാൻ. സ്വഹാബാക്കൾ നബിയിൽ നിന്നത് കേട്ടിട്ട് അവർ വെറുതെ ചുമ്മാ അങ്ങാടിയിൽ പോയിട്ട് ഇതും ചൊല്ലി തിരിച്ചു പോരുമായിരുന്നു, എന്തിന്? ഈ മഹത്വം കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ ചന്തക്കാരെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ആരാധനകളിൽ നിത്യമാകുന്ന ആളുകൾ മറ്റേ ടീമിനെ താഴ്ത്തിക്കെട്ടേണ്ടതില്ല. മഹാനായ അബൂ ജഅഫർ എന്ന ജ്ഞാനി പറയുന്നുണ്ട്, ഞങ്ങൾ പണ്ഡിതന്മാരുടെ സംഘം
ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലയുടെ സദസ്സിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ആരാ ജുനൈദുൽ ബഗ്ദാദി? തസവുഫിലെ ഇമാമാണ്. നമ്മൾ ഫിഖ്ഹിലെ ഇമാമല്ലേ ശാഫിഈ ഇമാം, ഹദീസിലെ ഇമാമല്ലേ ബുഖാരി മുസ്ലിം ഒക്കെ. ഇങ്ങനെ ഓരോ രംഗത്ത് ഇമാമികളുണ്ട്. ആത്മസംസ്കരണ ശാസ്ത്രം, സ്വഭാവ സംസ്കരണ രംഗത്ത് ഇമാമായി അംഗീകരിക്കപ്പെട്ട മഹാനാണ് ആര്? ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ല. സൂഫി ലോകത്തെ വെള്ളി നക്ഷത്രം, മഹാനരായ വലിയ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഞങ്ങളിങ്ങനെ സംഗമിച്ചപ്പോൾ അവിടെ ഒരു ചർച്ച വന്നു. എന്താ ചർച്ച? ഒരു വിഭാഗം ആളുകൾ സൂഫികളുടെ വേഷം കെട്ടി ഭക്തരുടെ വേഷത്തിൽ പള്ളിയിൽ നിത്യമായിട്ടുണ്ട്. നല്ല കാര്യം, അവർക്ക് ഒഴിവുള്ളതുകൊണ്ട് അവർ വന്നിരിക്കുകയാണ്. പക്ഷെ ഈ പള്ളിയിൽ സൂഫി വേഷമണിഞ്ഞ, ഭക്തരുടെ വേഷമണിഞ്ഞ, നിത്യമായി പള്ളികളിൽ അന്തേവാസികളായി കഴിയുന്ന ആളുകൾ ചന്തക്കാരെ ആക്ഷേപിക്കുന്നുണ്ട്. എന്താ ആക്ഷേപിക്കുന്നത്? ഏത് നേരം നോക്കിയാലോ ആ ചന്തയിൽ ഇങ്ങനെ ചുമട്ട് തൊഴിലെടുത്തിട്ട് കച്ചവടം ചെയ്തിട്ട് അവർക്കൊക്കെ മരിച്ചു പോകണം എന്നുള്ള ബോധമല്ലേ എന്നുള്ള രീതിയിൽ ഈ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ആളുകൾ അവരെ ആക്ഷേപിക്കുന്നു എന്ന വാർത്ത ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലയുടെ സദസ്സിൽ ആരോ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇത് കേൾക്കേണ്ട താമസം ഇമാം ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, എന്താണ് ഈ പള്ളിയിൽ വന്ന് ഈ വേഷം കെട്ടി തസ്ബീഹും ചൊല്ലി അവരെ ആക്ഷേപിക്കുന്ന ആളുകളുടെ ധാരണ എന്താ? എനിക്കറിയാം ചന്തയിൽ പലരെയും. ആ ആളുകൾക്ക് പള്ളിയിൽ കയറി വന്ന് 24 മണിക്കൂറും പള്ളിയിൽ എഴുത്തിക്കാതിരിക്കുന്ന ഈ ആളുകളുടെ ചെവിക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്തിരിക്കാൻ അധികാരമുള്ള ഒരുപാട് ചന്തക്കാരെ എനിക്കറിയാം. എന്ത്? എപ്പോഴും പള്ളിയിൽ ഈ വേഷത്തോടെ തസ്ബീഹോടെ ദിക്റോടെ ഇരിക്കുന്ന ആളുകളെ ചന്തയിൽ നിന്ന് കയറി വന്നിട്ട് ചെവിക്ക് പിടിച്ചിട്ട് പുറത്തേക്കിട്ടിട്ട് അവരിരുന്ന സ്ഥാനത്തിരിക്കാൻ അർഹതയും അധികാരവുമുള്ള പലരെയും എനിക്കറിയാം. എന്നിട്ട് പറയാം, ഒരാളെ ഞാൻ പറഞ്ഞുതരാം. വിർദുഹു കുല്ലയോ, ചന്തയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കച്ചവടക്കാരിൽ ഒരാളുടെ സംഭവം ഞാൻ പറഞ്ഞുതരാം. വിർദുഹു കുല്ലയോ, ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ദിനചര്യ 300 റക്അഅ വ30 അൽഫി തസ്ബീഹ. ഒരു ദിവസം വീട്ടിലും പള്ളിയിലും കടയിലുമായിട്ട് 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന കച്ചവടക്കാരനെ എനിക്കറിയാം. വ30 അൽഫി തസ്ബീഹ, ഓരോ ദിവസവും 30,000 തസ്ബീഹ് ചൊല്ലുന്ന കച്ചവടക്കാരനെ എനിക്കറിയാം. പുറത്തുനിന്ന് വിലയിരുത്തണ മാതിരി എല്ലാ കാര്യവും. അതുകൊണ്ട് അവരാക്ഷേപിക്കണ്ട. ചുരുക്കി പറഞ്ഞാല് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാന്, സ്വർഗം നേടാന് നമുക്ക് പള്ളികളിൽ സാധിക്കും, പട്ടണങ്ങളിൽ സാധിക്കും, വീടുകളിൽ സാധിക്കും, കടകമ്പോളങ്ങളിൽ സാധിക്കും. അതിനൊക്കെയുള്ള അവസരം അള്ളാഹു ഒരുക്കി വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ആ അവസരം ഒരുക്കി വെച്ച് ആ രീതി പറയുമ്പോൾ ഇത് താങ്ങൂല അറിഞ്ഞാൽ അത് കിട്ടൂല. വലിയ അത്ര മാത്രമൊന്നും താങ്ങൂല എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല. ഇല്ലെങ്കിൽ വേണ്ട. അത് ഇബാദത്തായിട്ടൊരു ഉന്നതമായ റേഞ്ച്, ഒരു ഉന്നതമായ റാങ്ക് പാരത്രിക ലോകത്ത് കച്ചവടത്തിലൂടെ നേടിയെടുക്കാനുള്ള ഉപാധികളും നിബന്ധനകളുമാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വിശുദ്ധ ദീന് പറയുന്നു കച്ചവടത്തിന് നമ്മൾ പോകണം, തൊഴിലിന് നമ്മൾ പോകണം. പക്ഷേ അനാവശ്യമായി പട്ടണങ്ങളിൽ ചുറ്റി നടക്കാതിരിക്കുക, ചെന്ന് നിൽക്കാതിരിക്കുക. ആവശ്യത്തിന് പോകണം, തൊഴിലിന് പോകണം, പർച്ചേസിന് പോകണം. എന്തിനാ അങ്ങാടി പോയി? ഒരു കാര്യമില്ല. ചുമ്മാ മൂഡ് ഓഫ് ആയപ്പോൾ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തൊക്കെ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വെറുതെ അങ്ങനെ അങ്ങാടി പോയി മേൽപോട്ട് നോക്കി നിൽക്കുക, അത് വേണ്ട. ഇനി അങ്ങനെ ആരെയും നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ചീത്ത അറിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഹദീസാ പറയണേ. ഇന്നെ നിങ്ങൾ ചീത്ത അറിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ പറയണ ഒക്കെ രേഖയും പ്രമാണമാണ്. ആവശ്യത്തിന് മാത്രം പോകുക. ഹദീസിൽ കാണാം, ലാ തജ്അലു അവ്വല ദാഖിലിൻ ഫിസ്സൂഖി വലാ ആഖിറ ഖാരിജിൻ മിൻഹാ. ഫസ്റ്റ് അങ്ങാടിയിലെത്തുകയും അവസാന അങ്ങാടിയിൽ നിന്ന് പോരുകയും ചെയ്യുന്ന ആള് നിങ്ങളാകരുതേ. അങ്ങനെ ആകരുതേ. എന്നുവെച്ചാൽ ഫുൾ ടൈം അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന അങ്ങനെ നിങ്ങളാകരുതേ. എന്നാ തൊഴിൽ അങ്ങനെയാണ്. തൊഴിലിന്റെ സിസ്റ്റം അതാണ്. രാവിലെ പോർട്ടർ പണിയാണ്, നേരത്തെ പോകണം. പിന്നെ ചെറിയൊരു മുറുക്കാങ്കാടി ഉണ്ട്, അത് അടച്ചു വരുമ്പോൾ രാത്രി 10 മണിയാവും. തൊഴിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ചുമ്മാ അനാവശ്യമായി പട്ടണങ്ങളിൽ ചന്തകളിൽ നിൽക്കരുതേ. എന്തുകൊണ്ട്? അവിടുത്തെ സാഹചര്യം നമ്മെ വഴിതെറ്റിക്കുന്ന സാഹചര്യം കൂടുതലാണ്. തെറ്റായ ചിന്ത വരും, തെറ്റായ വാക്ക് വരാൻ, തെറ്റായ പ്രവൃത്തിയിലേക്ക് നയിക്കാനുള്ള സാഹചര്യം പട്ടണങ്ങളിലുണ്ട്.
സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. എന്താ അതിന് കാരണം? അങ്ങനെ ആവശ്യമില്ലാതെ അവിടെ തങ്ങരുതെന്ന് പറയാൻ കാരണം ഫഇന്നഹാ മഅറഖത്തു ശൈത്വാൻ, അത് പിശാചിന്റെ പടക്കളമാണ്. ഏത്? ചന്ത പിശാചിന്റെ പടക്കളമാണ്. വബിഹാ യൻസിബു റായത്തഹു, ചെകുത്താൻ അവന്റെ കൊടി നാട്ടി വെച്ചിട്ടുണ്ട് അവിടെ. ഈ പിശാചിന്റെ പടക്കളത്തിൽ നിന്ന് കൊടിനാട്ടിയ വാർ ഭൂമിയിൽ നിന്ന് റാങ്കോടുകൂടെ പാസ്സാകാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആവശ്യമില്ലാതെ വഴിതെറ്റിപ്പോകാൻ നിങ്ങൾ സാഹചര്യം ഒരുക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് പോവാ. ഇനിയിപ്പോൾ ആവശ്യമാണെങ്കിൽ തന്നെ വീടും കുടുംബവും മറന്ന നിലക്ക് തൊഴിലും കച്ചവടവും അത് നമുക്ക് വേണ്ട. സ്വഹാബാക്കളൊക്കെ സുബഹി കഴിഞ്ഞു പോയാൽ പരമാവധി അവർ അസ്തമാനത്തിന് മുമ്പ് വീടുകളിലേക്ക് തിരിച്ചെത്തുമായിരുന്നു. കാണ ചരിത്രത്തിൽ ഇത് വാപ്പ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. രാത്രി പിള്ളേർ ഉറങ്ങിയിട്ട് 10 മണിക്ക് വീട്ടിലിറങ്ങുള്ളൂ. പിള്ളേരാകെ കാണുന്നത് വാപ്പച്ചിനെ ഞായറാഴ്ച. ഒരു ഞായറാഴ്ച മാത്രമൊന്നും പിള്ളേരെ കണ്ടാൽ പോരാ. അങ്ങനെ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് അറിയാം? അവർ ബീഡി വലി തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളറിയുക. അവർ ഇഞ്ചക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് തലച്ചോറിലെ വെള്ളം വറ്റുമ്പോഴാണ് നമ്മളറിയുക. അള്ളാഹു കാക്കട്ടെ. മക്കളെ കൂടെ ജീവിക്കാൻ സമയം കണ്ടെത്തണം. തൊഴിലിൻ്റെ കച്ചവടത്തിൻ്റെ ഇടയിൽ ജീവിതം മറക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ദീൻ നിഷ്കർഷിക്കുന്നു. സ്വഹാബാക്കൾ നമുക്കത് കാണിച്ചു തരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തന്നെ വേണം. നമുക്ക് തിരക്കുണ്ട്, ശരിയാ, തിരക്കുണ്ട്. ഈ തിരക്കിനിടയിൽ മക്കളെ ചേർത്ത് പിടിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാൻ, കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ തീർച്ചയായിട്ടും ഏറെക്കുറെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. ഒരു സൺഡേ മാത്രമേ കിട്ടുള്ളൂ, പോരാ. ബിസിനസ്സിനിടയിൽ, തൊഴിലിനിടയിൽ നിന്റെ ബാധ്യത മറക്കരുതേ, ജീവിതം മറക്കരുതേ. അങ്ങനെ ജീവിതം മറന്നു പോയാൽ അത് ഇബാദത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് പുറത്തു പോകും. സൂക്ഷിക്കണമെന്ന് മഹാന്മാർ പറയുന്നു, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും കബൂലാക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ളതായി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. സന്ദർഭോചിതം